അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒന്ന് രണ്ട് പ്രസക്തി പുസ്തകത്തിനുണ്ട്. കാരണം ഫാസിസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമൂഹത്തിനകത്ത് അത് അതിന്റെ മേധാവിത്വം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പുമില്ല, ഈ പറയുന്നത് പോലുള്ള സാഹിത്യപരമായിട്ടുള്ള സല്ലാപങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ഹിറ്റ്ലർക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ അവരറിഞ്ഞിരുന്നില്ല, അവിടുത്തെ ജനത അറിഞ്ഞിരുന്നില്ല ഇത് ഞങ്ങളുടെ അവസാനത്തെ വോട്ടാണെന്ന്. ഹിറ്റ്ലർ വോട്ടിലൂടെ ജനാധിപത്യത്തിലുള്ള അധികാരത്തിൽ വന്ന് പിന്നീട് അവർക്ക് വോട്ടവകാശം കിട്ടാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലർ പോലും അവിടുന്ന് പോകേണ്ട ഘട്ടം വന്നു എന്നുള്ള തരത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയിരക്കണക്കിന് പുസ്തകങ്ങളിൽ വന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. അപ്പൊ നേരത്തെ അവതരിപ്പിച്ച ഒരു നോവൽ പോലെ ആ നോവല് മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് കൂടി അമുഖമായിട്ട് പറയുകയാണ്. ഇതില് ഫാസിസത്തെ പറ്റിയുള്ള ഒരു പരിശോധന നടത്തുന്ന സമയത്ത് ഈ ഫാസിസം എങ്ങനെയാണ് ലോകത്ത് രൂപപ്പെട്ടത് എന്നുള്ളൊരു പരിശോധന പ്രധാനപ്പെട്ട രീതിയിൽ നടത്തുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഫാസിസം എന്ന് പറയുന്നത് ലോകത്ത് ശക്തിപ്പെട്ടതും ഫാസിസം എന്ന് തകർക്കപ്പെട്ടതും. അത് രണ്ടും സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഇന്ന് നമുക്ക് ഏറെ പരിചിതമില്ലാത്ത എന്നാൽ വായനക്കാർക്ക് ഏറെ പരിചിതമുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടി ഇത് കൂട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം 1917 സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്ത് ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലൂടെ ഒരു ലോകത്ത് ഒരു ഇടതുപക്ഷ മേധാവിത്വം ഉണ്ടാക്കുന്നത്. എന്നാൽ 1917 സോവിയറ്റ് യൂണിയൻ ലോകത്തിൽ വരുന്ന ആ ഘട്ടത്തിലാണ് ലോകത്ത് ഫാസിസം എന്ന് പറയുന്ന ഇന്ന് നമ്മൾ നിർവചിക്കുന്ന ഹിറ്റ്ലറുടെയും മുസോളിനിയും നേതൃത്വത്തിലുള്ള ഫാസിസം കടന്നു വരുന്നത് 1919. മുസോളിനിയും 1919 ഫാസിസത്തിന്റെ അതിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ ഹിറ്റ്ലറും 1919. 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് അന്ന് 19 എന്ന് പറഞ്ഞ ലോകത്തെ നിർവചിച്ചത് ചുവപ്പ് കാലഘട്ടമാണ്. 1919 മുതൽ 20 വരെയുള്ള ആ ഒരു കാലഘട്ടത്തെ ഇടതുപക്ഷ മുന്നേറ്റം ലോകത്തുണ്ടാക്കിയതുകൊണ്ട് അന്ന് ഈ ചുവപ്പ് ആ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഫാസിസം വരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല അന്ന് ഈ ഫാസിസത്തെ ഉപയോഗപ്പെടുത്തിയത് ലോകത്തുള്ള ഇടതുപക്ഷ മുന്നേറ്റത്തെ ചെറുക്കാൻ വേണ്ടി, ഇടതുപക്ഷ മുന്നേറ്റത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അന്ന് ഉപയോഗിച്ച ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു ആയുധമായിരുന്നു ഫാസിസം എന്നുള്ളത് ഈ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ ഫാസിസവും അന്നത്തെ സാമ്രാജ്യ ശക്തികളുടെയും ഇടപെടൽ ഇടതുപക്ഷ ചേരിയെ ലോകത്ത് നിന്ന് തകർത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനകത്തുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ തകർത്തു എന്ന് പറയുമ്പോൾ പിന്നീട് ഫാസിസം തൽക്കാലത്തേക്ക് അത് നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ മാഞ്ഞെങ്കിലും അതിന് പകരം സാമ്രാജ്യത്വം എന്ന് പറയുന്നത് പുതിയ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ള ഒരു പഠനവും ഈ പുസ്തകത്തിനകത്ത് നടത്തുന്നുണ്ട്. അതെങ്ങനെയാണ് സാമ്രാജ്യത്വം ഇടപെടൽ നടത്തിയത് എന്ന് പറയുന്നത് അവർക്കിഷ്ടമില്ലാത്ത ഭരണകൂടങ്ങളെ തകർത്തും അവർക്കിഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ അവർ കടന്നിട്ട് അതിലൊട്ടൊരു ഉദാഹരണം ഗ്രാഫ് പോലുള്ള അല്ലെങ്കിൽ ഇന്നും നമ്മുടെ ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിന് ഉദാഹരണമാണ്. ഏകാധിപതികളായിട്ടുള്ള ആളുകളെ അവർ വായിക്കുന്നു. അതിന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണയൊക്കെ തന്നെ ഈ വിഷയമായിട്ട് നിങ്ങൾക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. സമയത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ എന്താണ് അപ്പോൾ ഒന്ന് ഓടിച്ച് കുറച്ച് സ്പീഡായി പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്താണ് ഏകാധിപത്യ ഭരണകൂടം വരുന്നു, പാവ ഗവൺമെന്റുകൾ വരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന സമയത്തൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറെ ചിത്രങ്ങളെ കൊണ്ടുപോകാം. സദ്ദാം ഹുസൈനെ നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണാം, അതിന് ലിബിയയിലെ ഭരണാധികാരിയെ നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണാം. ഇങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ്. മാത്രമല്ല പിന്നീട് ലോകം സോവിയറ്റ് യൂണിയൻ തകർന്നു, ഫാസിസമൊക്കെ തകർന്ന സമയത്ത് ലോകത്തിന്റെ രാജ്യങ്ങൾ പുതിയ ഒരു സൈനിക ആധിപത്യത്തിലേക്ക് അല്ലെങ്കിൽ സൈനിക മേഖലകത്ത് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന രൂപത്തിലേക്ക് ലോകത്ത് രാജ്യങ്ങൾ മാറി. ഇപ്പൊ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ ഏകദേശം 70%, അവിടുത്തെ ബജറ്റിന്റെ 20% അമേരിക്ക ഇന്ന് മാറ്റിവെക്കുന്നത് അവരുടെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം, ആരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിയറ്റ്നാമിന്റെ യുദ്ധകാലത്ത് അവർ മാറ്റിവെച്ചത് ഒരാൾക്ക് $53. എന്നാൽ അന്ന് വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു വിയറ്റ്നാം പൗരനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ മാറ്റിവെച്ചത് ഏകദേശം $1,00,000. അപ്പൊ എന്ന് പറയുമ്പോൾ $53 ആ രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്, വിദ്യാഭ്യാസത്തിന്, ആരോഗ്യം ഉൾപ്പെടെയുള്ളവർ മാറ്റിവെക്കുമ്പോൾ ഇതിനു വേണ്ടി ഇത്രയും ഒരു സംഭവം മാറ്റിവെച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ലോകങ്ങളിൽ സൈനികാധിപത്യത്തിൽ വന്നപ്പോൾ ലോകത്ത് ഒരുപാട് യുദ്ധോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾ ഉയർന്നു വന്നു എന്ന് ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നു. അങ്ങനെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള യുദ്ധ കമ്പനികളും ഭരണാധികാരികളും തമ്മിൽ പുതിയ ഒരു അവിശുദ്ധ ബന്ധം ഇന്ന് ലോകത്ത് ഉയർന്നു വന്നതായിട്ടും ഈ പുസ്തകത്തിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഫാസിസം എന്ന് പറയുന്നത് തകർന്നെങ്കിലും ആ ഫാസിസം ഇന്ന് പുതിയ രൂപത്തിൽ വന്നു എന്നുള്ളതും അതിനെയാണ് നവ ഫാസിസം എന്ന് പറയുന്നത് എന്നതും
ആ നവഫാസിസം എന്ന് പറയുന്നതിന്റെ ഏറ്റവും നല്ല ഒരു രൂപമായിട്ട് ഇന്നത്തെ ഇന്ത്യൻ സമൂഹം മാറി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഫാസിസത്തിന്റെ നിർവചനത്തിലേക്ക് പോകുന്നില്ല. ഫാസിസത്തിന് ഒരു ശത്രുവിനെ വേണം. ആ ശത്രുവിനെ നേരത്തെ അവർക്ക് മുൻകൂട്ടി കാണാം. ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശത്രു ഇന്ത്യയിലെ ഫാസിസത്തിന് ആവശ്യമാണ്. കാരണം ഇന്ത്യയിലെ ഫാസിസം പ്രതിദാനം ചെയ്യുന്ന മതവിഭാഗം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസധാരയിൽപ്പെട്ട ആളുകളാണ്. ഇപ്പം ഒരു ഹിന്ദു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരാളെയും ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളെയും ഒന്നിച്ച് ചേർത്തിക്കൊണ്ട് അവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ ഇവർ രണ്ടുപേരെയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവർ രണ്ടുപേർക്കും എതിർക്കുന്ന ഒരു ശത്രുവിനെ അപ്പുറം ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് ഇസ്ലാം എന്ന് പറയുന്ന അല്ലെങ്കിൽ മുസ്ലിം ഒരു ശത്രുവായിട്ട് വരുന്നത്. സത്യത്തിൽ ഇസ്ലാമി എന്ന് പറയുന്ന മുസ്ലിമിനെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഒരു പൊതു ശത്രുക്കളായി കണ്ടുകൊണ്ടാണ് ഇന്ത്യയിലെ ഫാസിസം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് ഇതിന്റെ ഒരു നുണപ്രചരണം, ഫാസിസത്തിന് ഏറ്റവും ഗീബൽസിയൻ തന്ത്രങ്ങൾ അത് ഏറ്റവും വളരെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് അത് ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് മാധ്യമങ്ങൾ വലിയ പങ്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ പറയുന്നത് നമ്മളൊക്കെ ശ്രദ്ധിച്ചൊരു വാർത്തയായിരുന്നു. മുലായം സിംഗ് യാദവ് മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷ് യാദവ് മുലായം സിംഗ് യാദവിനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയൊരു വാർത്ത ഒരു സമയത്ത് മാധ്യമങ്ങളിൽ വന്നിരുന്നു. പക്ഷെ പിന്നീട് അതിനെപ്പറ്റി പഠനം നടത്തിയപ്പോൾ ഈ അടിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇവർ രണ്ടുപേരും 600 കിലോമീറ്ററുകൾ അകലത്തിലായിരുന്നു ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 600 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് 600 ഇല്ല. അപ്പൊ അത്രയും ദൂരത്തിൽ രണ്ടുപേരെ അടിച്ചു എന്നുള്ളതാണ് മാധ്യമങ്ങൾ. പക്ഷെ എങ്ങനെയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഈ തരത്തിലുള്ള നുണപ്രചരണങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ചർച്ചകൾ നിങ്ങളുടെ മുന്നിൽ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ 16ാം പാർലമെന്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നമ്മൾ ഇത്തവണ 17ാം പാർലമെന്റ് ലോക്സഭയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 16ാം പാർലമെന്റ് സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനം നടത്തുകയുണ്ടായി. ആ പഠനത്തിൽ അവർ കണ്ടെത്തിയത് ഈ 2014 കഴിഞ്ഞ ഇലക്ഷനിൽ 14 ഇലക്ഷനിൽ മാർച്ച് 1 മുതൽ മാർച്ച് 30 വരെ അവര് അന്നത്തെ മീഡിയകളിൽ ഇന്ത്യയിലെ മീഡിയകളിൽ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചുള്ള പഠനം നടത്തിയത്. അവർ നടത്തിയത് 8 മണി മുതൽ രാത്രി 10 മണി വരെ ചർച്ച ചെയ്യുന്ന ആ സമയത്ത് അവർ കണ്ടെത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് അവർ ചർച്ച നടത്തിയത് ആകെ മിനിറ്റിന്റെ 33% അവർ ചെലവഴിച്ചത് ഇന്നത്തെ സർക്കാരായിട്ട് വന്നിട്ടുള്ള ആ ഗവൺമെന്റിന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ്. ഏകദേശം 2575 മിനിറ്റ് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് മാർച്ച് 1 മുതൽ 30 വരെയുള്ള 8 മുതൽ 10 മണി വരെയുള്ള സമയത്ത് അവർ ഉപയോഗിച്ചു എന്നാണ് അവർ പറയുന്നത്. അവർ ഈ പ്രൈം ടൈം എന്ന് പറയുന്ന അവർ ഇതിൽ പറയുന്നത് BJPക്ക് വേണ്ടിയിട്ട് 1507 മിനിറ്റും കോൺഗ്രസിന് 1101 മിനിറ്റും കൊടുത്ത സമയത്ത് CPM കിട്ടിയത് 41 മിനിറ്റാണ് എന്നുള്ളതും ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഞാൻ ഓടിച്ചു പോയത് എങ്ങനെയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ രൂപത്തിലേക്ക് എത്തിയത്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ മാധ്യമങ്ങൾ എങ്ങനെ ഈ നുണപ്രചരണം ഇന്നും നമ്മൾ പല വാർത്തകളും ഇന്ന് നമുക്ക് കിട്ടുന്നില്ല. ഇന്ന് സത്യത്തിൽ നമ്മൾ നടക്കുന്ന പല വാർത്തകളും റഫേൽ പോലുള്ള വാർത്തകൾ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള സമയത്താണ് ഇതൊരു നിരീക്ഷണം നടത്തുന്നത്. അത് നമ്മൾ 1950കളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. 1950കളിൽ അറേബ്യൻ ഭരണത്തിന്റെ കീഴിലായിരുന്നു യമൻ എന്ന് പറയുന്ന രാജ്യം. യമൻ എന്ന് പറയുന്ന രാജ്യത്തെ ഏതൻ തുറമുഖത്തിന് അടുത്ത് അവിടെ വലിയ സംഭവം ഉണ്ടായി. കാരണം യമൻ റിയാല് ഏതൻ നഗരത്തിൽ വരെ എത്തുന്ന റിയാല് പിന്നെ അവിടെ അപ്രത്യക്ഷമാവുന്നു പെട്ടെന്ന്. അവിടെ നാട്ടിലെ റിയാല് വലിയ റിയാലാണ്. അപ്പൊ അതിനെക്കുറിച്ച് പഠനം നടത്തി. എന്തുകൊണ്ടാണ് ഈ റിയാൽ നഷ്ടപ്പെടുന്നത്, ഈ നാണയം നഷ്ടപ്പെടുന്നത്, നോട്ടല്ല നാണയം നഷ്ടപ്പെടുന്നത്? അപ്പൊ അവർ കണ്ടെത്തിയത് ഈ ഏതൻ തുറമുഖത്തിന്റെ അടുത്ത് വരെ ഈ നാണയം എത്തുന്നുണ്ട്, പക്ഷെ പിന്നീട് അത് അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ഒരു വലിയ വിശദമായിട്ടുള്ള പഠനം നടത്തിയപ്പോ അവർ എത്തിച്ചേർന്നത് ഇന്ത്യയിലെ ഒരു ഗുമസ്തനിലാണ്. ആ ഗുമസ്തൻ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മൾ പറയുന്ന അംബാനിമാരുടെ, മുകേഷ് അംബാനിയുടെയും അനിൽ അംബാനിയുടെയും അച്ഛനായിട്ടുള്ള ധീരുഭായ് അംബാനിയാണ്. കാരണം അന്ന് വെള്ളിക്ക് വില കൂടുതലായതുകൊണ്ട് ഈ നാണയങ്ങൾ എടുത്ത് ആ വെള്ളി വാങ്ങുന്നതിനേക്കാൾ ഈ നാണയങ്ങളായിട്ടുള്ളത് വെള്ളി എടുത്ത് ഉരുക്കിയിട്ട് അതൊന്ന് കോടികൾ ഉണ്ടാക്കി അതിലാണ് ആ അംബാനിയുടെ മക്കളാണ്, അതായത് മുകേഷ് അംബാനിയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങളെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് എന്നുള്ള വസ്തുതാപരമായിട്ടുള്ള ഒരു അന്വേഷണം കൂടി ഇതിൽ അവര് നടത്തുന്നുണ്ട്. അതിനവർ പറയുന്നത് ഈ ഇന്ത്യയിലെ മാധ്യമങ്ങളെ ഒന്നും നേരാവഴിക്കല്ല ഇവർ സ്വന്തമാക്കുന്നത്, വളരെ വളഞ്ഞ വഴിക്കാണ്. അപ്പൊ ഇപ്പം നെറ്റ്വർക്ക് 18 എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയില്ല, ഇതാരാണെന്ന് നമുക്കറിയില്ല. പക്ഷെ നെറ്റ്വർക്ക് 18 ഇന്ന് റിലയൻസിന്റെ കീഴിലുള്ള ഒരു സംഭവമാണ്. ഈ നെറ്റ്വർക്ക് 18 എന്ന് പറയുന്നത് ഇതൊരു മാധ്യമമല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ
ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞാൽ അതൊരു മാധ്യമമാണ്. പക്ഷെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് അതൊരു മാധ്യമമല്ല, അതൊരു ശൃംഖലയാണ്. അത് നിങ്ങൾക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ കാണാം. അത് ഇന്ന് ഉള്ളത് ഒരു MP യുടെ കീഴാണെന്നുള്ളത് 2012 ഈ നെറ്റ്വർക്ക് 18 എന്ന് പറയുന്ന അതിന്റെ അത് ഒരു വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു കേസ് വന്നു. ആ കേസ് വന്ന സമയത്ത് അവർക്ക് വലിയൊരു സാമ്പത്തിക പ്രയാസം വന്നപ്പോൾ ആ സാമ്പത്തിക പ്രയാസം വന്ന സമയത്ത് കൃത്യമായിട്ട് റിലയൻസ് ഇടപെടുകയും അവർക്ക് 1700 കോടി രൂപ കൊടുത്തുകൊണ്ടാണ് ആ നെറ്റ്വർക്ക് 18 എന്ന് പറയുന്ന ചാനലിനെ സ്വന്തമാക്കുന്നത്. അതേപോലെ തന്നെ അതിനുശേഷം പിന്നെയുള്ള ഒന്ന് രണ്ട് ഇപ്പം ഈ തെലുങ്ക് EVT എന്നൊക്കെ പറഞ്ഞ ഒരു ഞാൻ എഴുതിയെടുക്കാൻ മറന്നുപോയി, ETV എന്ന് പറയുന്നത് ETV. ആ ചാനൽ നടത്തുന്നത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പിന്നെ ഒരു പത്രം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ചിട്ടി കമ്പനി ഉണ്ടായിരുന്നു. ആ ചിട്ടി കമ്പനി ഒരു കേസ് വന്നപ്പോൾ അതിന്റെ ജനങ്ങളിൽ നിന്ന് നിക്ഷേപിച്ച പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രൂപത്തേക്ക് ഒരു കേസ് വന്നപ്പോഴാണ് അവിടെയാണ് റിലയൻസ് ഇടപെട്ടിട്ട് ആ സംഭവം സ്വന്തമാക്കുന്നത്. അപ്പം ഏകദേശം സമയത്തിന്റെ പ്രശ്നം ഒക്കെ ആണ്. അപ്പം എന്തായി കഴിഞ്ഞാലും പിന്നെ ഇതിൽ ചരിത്ര നിർമ്മിതിയെ പറ്റി ഒന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നാം കേൾക്കുന്ന കുറെ ചരിത്രമുണ്ട്. പക്ഷെ ഈ ചരിത്രങ്ങളെല്ലാം നമ്മുടെ നാട്ടിനകത്ത് തിരിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും അതേ സ്ഥാനത്ത് യാഥാർത്ഥ്യങ്ങളായിട്ടുള്ള ചില ചരിത്രങ്ങൾ നമുക്കതില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ ഗവൺമെന്റ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന നിരോധിക്കുകയുണ്ടായി. സംഘടനയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ സംഘടന നിരോധിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ച മിനിറ്റ്സ്, അതിന്റെ രേഖകളും ഇന്ന് നമ്മുടെ രാജ്യത്തില്ല. അത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഈ അടുത്ത കാലത്ത് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ പുസ്തകത്തെ കുറിച്ച് വിയോജിപ്പ് സംഭവം എല്ലാം ഉണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും ഈ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാണ്. കാരണം നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്നത് എന്താ പറയാ, നമുക്ക് ഒരു വലിയ പരീക്ഷണ കാലഘട്ടങ്ങളിലൂടെയാണ്. എത്ര നാൾ നമുക്ക് ഇനി ഇങ്ങനെ ഇരിക്കാൻ കഴിയും? എത്ര നാൾ നമുക്ക് ഇങ്ങനെ സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എല്ലാം സംവദിക്കാൻ കഴിയും എന്നുള്ള വലിയൊരു ചോദ്യം നമ്മുടെ തലക്ക് മുകളിലുണ്ട്. അതിന് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം